നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ നിന്നാണ് നിതിൻ വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, പത്തനംതിട്ട റാന്നിയിൽ രൂക്ഷമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി വരുന്ന കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഈ വെള്ളം ഉയരുകയാണ് ചെയ്യുക എന്നാണ് നേരത്തെ പഴകുളം മധു MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്ത്. അതിന് കാരണം നേരത്തെ നിതിൻ പറഞ്ഞിരുന്നു, മലയിൽ അങ്ങ് ഉൾവനത്തിലൊക്കെ വലിയ തോതിൽ മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നു, വൃഷ്ടിപ്രദേശത്ത് ഡാമിൻ്റെയൊക്കെ. എന്താണ് നിലവിൽ വിവരങ്ങൾ നിതിൻ? തീർച്ചയായിട്ടും ഈ നമ്മളോട് MLA സംസാരിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കളക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് പോലെ തന്നെ ഈ വനമേഖലകളിൽ രൂക്ഷമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ രൂക്ഷമായിരുന്നു. അത് കാരണം തന്നെയാണ് ഇത്തരത്തിൽ പമ്പയാറിലും കക്കട്ടാറിലും നിലവിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള വെള്ളമാണ് ഉയർന്നത്. നമ്മൾ രാത്രി കൊണ്ടിട്ട് ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നൊരു സംഭവമാണ് ഉണ്ടായത്. ആളുകൾ പറയുന്നത് ഈ പ്രദേശത്ത് 2018 ഇതേപോലെ ഇതിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇതേപോലെ പെട്ടെന്ന് വെള്ളം കയറിയത്. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത്. ചേട്ടാ, ഈ ഇവിടെ പെട്ടെന്നാണ് വെള്ളം കയറിയത്? ഒരു മിനിറ്റ്, പെട്ടെന്ന് വെള്ളം കയറി. ഞാൻ രാവിലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് 4 മണിയായപ്പോൾ ആരാണ്ട് പറഞ്ഞു മാമുക്ക് വെള്ളം വരുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാമുക്ക് പാലത്തെ വെള്ളമായി, പടവൊന്ന് കയറി. ഞങ്ങൾക്ക് കടയിലൊന്നും ഒരു സാധനം പോലും മാറ്റാൻ 2018 മാറ്റാൻ വെക്കാൻ അതിനെക്കാട്ടി കഷ്ടമായിരുന്നു. ഇത് ഒരു സാധനം പോലും മാറ്റാൻ നിൽക്കില്ല. കട നടത്തുന്ന ആളാണ്. എനിക്കിവിടെ ഒരു തുണിക്കടയാണ്. സാധനങ്ങൾ മൊത്തം തുണിക്കടയുണ്ട്, ഒരു പലചരക്കടയുണ്ട്, മൊത്തം സാധനവും പോയി. സാധനം തുണിക്കട ഇപ്പോൾ ഓണം വരുക, എല്ലാ സാധനവും എല്ലാം സ്റ്റോക്ക് ഒരു 10-75 ലക്ഷം രൂപയുടെ തുണിക്കടയിലുണ്ട്. അല്ലാതെ വേറെ കടകളുണ്ട്. വീട് എല്ലാം നശിച്ചിരിക്കുക. കഴിഞ്ഞ 2018 പോലും എനിക്കൊരു 10 രൂപ സർക്കാർ തന്നിട്ടുള്ളതല്ല. സർക്കാർ വല്ല ആരും തന്നില്ല. ബാങ്കുകാർ ഇൻഷുറൻസ് ഉണ്ടായിട്ട് അതുപോലും പുതുക്കാതെ അവരും തന്നിട്ടില്ല. മൊത്തം നമ്മൾ നശിച്ച് നിൽക്കുന്നിടത്താണ് വീണ്ടും ഈ വെള്ളപ്പൊക്കം. ഞങ്ങളെങ്ങനെ ജീവിക്കും? തീർച്ചയായിട്ടും അവർ കടയിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറി അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം നശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, ഇവിടെ വർക്ക്ഷോപ്പ് 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്നത് സംഭവിച്ചിരിക്കുന്നു. അവിടെ വെള്ളം മണ്ണ് മൊത്തം നശിച്ചിരിക്കുക. പിന്നെ കുറേ ഓടുന്ന വണ്ടികളൊക്കെ എല്ലാം എടുത്ത് മാറ്റി, ബാക്കി സാധനങ്ങളെല്ലാം ഇതായിപ്പോയി. എന്തോരം വണ്ടികളുണ്ടായിരുന്നിരിക്കും? കുറേ 25 വണ്ടിയുണ്ട്. മൊത്തം വെള്ളം കയറി, എല്ലാം കയറി. പണിയാനായിട്ട് ഏൽപ്പിച്ച വണ്ടികൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇവിടെ തന്നെ. വീട്ടിൽ വെള്ളം സാധനങ്ങൾ മൊത്തം പോയി, എല്ലാം നഷ്ടമാണ്. മൊത്തം നഷ്ടമാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ കൂടുതലും നമുക്കറിയാവുന്ന പോലെ തന്നെ റാന്നി നഗരപ്രദേശമാണ്. ആ നഗരപ്രദേശമായതുകൊണ്ട് തന്നെ നിരവധി കടകളുണ്ട്. ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് നിരവധി കടകളുണ്ട്. ആ കടകൾക്കൊക്കെ വലിയ തോതിൽ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. നമ്മളിപ്പം 2 ചേട്ടന്മാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കടകളിലെ സാധനങ്ങൾ മൊത്തം പോയി. അതേപോലെ തന്നെ ഗ്യാരേജ് നടത്തുന്ന ചേട്ടൻ്റെ ഗ്യാരേജിലെ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും വെള്ളം കയറിയിരിക്കുകയാണ്. ഓടുന്ന വാഹനങ്ങൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മാറ്റാൻ സാധിച്ചു, പക്ഷേ ബാക്കി വാഹനങ്ങൾ മാറ്റാൻ സാധിച്ചില്ല. കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഇരച്ച് കയറുന്നത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഇത് കണ്ടില്ല, ഈ റാന്നി മേൽപ്പാലത്തിൽ നിന്ന് തൊട്ട് അടുത്തുള്ളൊരു സ്ഥലമാണ്, റോഡാണ്. ആ റോഡിലാണ് എൻ്റെ മുട്ടിന് മുകളിൽ വെള്ളം നിൽക്കുന്നത്. നമുക്ക് ഇതിൽ കൂടുതൽ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല നടന്ന്. അപ്പോൾ ആ ചേട്ടൻ നടന്നു പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ എത്തിയപ്പോഴേക്കും, അതായത് ഞാൻ നിൽക്കുന്നതിൽ നിന്ന് ഒരു 100-200 മീറ്റർ മാറിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അരയോളം വെള്ളമുണ്ട്. അതിനും മുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കഴുത്തോളമാണ് വെള്ളം എത്തുന്നത്. അത്രയും രൂക്ഷമായിട്ട് വെള്ളം, അല്ലെങ്കിൽ അത്രയും വലിയ തോതിൽ വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഇരച്ച് കയറി എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നതും ഇത് തന്നെയാണ്, വനമേഖലകളിലെ കനത്ത മഴ, അതുപോലെ മണ്ണിടിച്ചിൽ. തീർച്ചയായിട്ടും റാന്നി അതിരൂക്ഷമായ മഴക്കെടുതി നേരിടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ശക്തമായ മഴ ഉൾവനത്തിലടക്കം പെയ്യുന്നുണ്ട്, മലയോര മേഖലയിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് വെള്ളം ഇരച്ചെത്തുകയാണ് ചെയ്തത്. റാന്നി ടൗണിൽ ഈ ചിത്രത്തിൽ കാണുന്ന പയ്യാനിത്തോട്ടത്ത് വീടിന് മേൽ മണ്ണ് വീണ് മരണപ്പെട്ട ജോസഫിൻ ജോണിയാണ്. മണപ്പാട്ട് നിന്നുള്ള ജോസഫിൻ ജോണി ആണ്. കോട്ടയത്ത് ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് നമുക്കറിയാം. ഉരുൾപൊട്ടലിലാണ് മണ്ണിടിഞ്ഞ് വീണ് വീടിന് മേൽ വീണ് മരണം സംഭവിച്ചത്.